ആയുർവേദ ചികിത്സയുടെ മഹത്തായ പാരമ്പര്യം പിന്തുടരുന്ന ചിറ്റിരഞ്ചേരിയിലെ അമൃതകൃപ ആയുർവേദ ചികിത്സാലയത്തിൽ ബാലകർക്ക് സ്വർണ്ണപ്രാശം എന്ന അതുല്യമായ ഔഷധക്കൂട്ടം ഇനി മുതൽ കുട്ടികൾക്ക് ലഭിക്കുന്നു. 6 മാസം മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്കും സമഗ്രമായ ബുദ്ധിവികാസത്തിനും മെച്ചപ്പെട്ട രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി ആയുർവേദ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ള സ്വർണ്ണപ്രാശം, സ്വർണ്ണഭസ്മത്തോടൊപ്പം ബ്രഹ്മി, വയമ്പ്, ശംഖുപുഷ്പം, തേൻ തുടങ്ങിയ ചേരുവകൾ കൂടി ചേർത്താണ് സ്വർണ്ണപ്രാശം തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ മലയാള മാസവും പൂയം നക്ഷത്രത്തിൽ രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് സ്വർണ്ണപ്രാശം ചികിത്സാ ഔഷധക്കൂട്ട് നൽകുന്നത്. സ്വർണ്ണപ്രാശ വിതരണം അമൃതകൃപ നാരായണ ആയുർവേദ ചികിത്സാലയത്തിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് അംഗം സി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പഴയ ആരോഗ്യ സംവിധാനത്തിലേക്ക് തിരിച്ചു പോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു ഇവിടെ ഈ പരിപാടി നമ്മുടെ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു സംവിധാനം ചെയ്ത നമ്മുടെ നാരായണ ആയുർവേദ ശാലയ്ക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസയും നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്താൽ പഞ്ചായത്ത് ഡോക്ടർ ഗോകുൽ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്ന ഇമ്മ്യൂണിറ്റിയുടെ കുറവ്, അതായത് രോഗപ്രതിരോധ ശേഷിയുടെ കുറവ്. എന്തെങ്കിലും ചെറിയൊരു അസുഖം സ്കൂളിൽ പോയിട്ട് വന്നാൽ അസുഖവുമായിട്ട് വരുന്ന കുട്ടികൾ, അതൊന്ന് പലരും പറയുന്നൊരു സാഹചര്യമാണ്. വെക്കേഷനിൽ വീട്ടിലിരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സ്കൂളിൽ പോകാൻ തുടങ്ങി 2 ദിവസം കഴിയുമ്പോഴേക്കും പനി വന്നു, ആഴ്ചയ്ക്ക് പനി വരുന്നു, അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസം പനി വരുന്നു. അങ്ങനെ പല കാര്യങ്ങളും കുട്ടികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയായിട്ടാണ് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു ക്രിയാകർമ്മമാണ് സ്വർണ്ണപ്രാശം എന്നുള്ളത്. ഇത് സാധാരണയായിട്ട് എല്ലാ മാസത്തിലെയും പൂയം നക്ഷത്രം എന്ന ദിവസത്തിലാണ് കൊടുക്കുന്നത്. ഈ പൂയം നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പൂയത്തിൻ്റെ സംസ്കൃതത്തിലുള്ള പേര് തന്നെ പുഷ്യ നക്ഷത്രം എന്നാണ്. പുഷ്യം എന്ന് വെച്ചാൽ പുഷ്ടിപ്പെടുത്തുന്നത്. അത് എല്ലാത്തിനെയും പുഷ്ടിപ്പെടുത്തുന്നു. ഒന്ന് നമ്മുടെ ആരോഗ്യത്തെയൊക്കെ പുഷ്ടിപ്പെടുത്തുന്നു. രണ്ടാമത്തത് നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നാവുന്ന സസ്യങ്ങളിൽ നിന്നാണ് ആയുർവേദ മരുന്നുകൾ പൂർണ്ണമായും നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ മരുന്നുകളിലൊക്കെ ഉണ്ടാകുന്ന ഔഷധവീര്യത്തെ പുഷ്ടിപ്പെടുത്തുക എന്നൊരു പ്രയോഗം കൂടെ ഈ പുഷ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഡോക്ടർ എസ് നാരായണൻ സ്വർണ്ണപ്രാശം നൽകി. അമൃതകൃപ നാരായണ ആയുർവേദ ചികിത്സാലയം CEO രമാനാരായണൻ, സതീഷ് എന്നിവർ പ്രസംഗിച്ചു.